ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിജിഡ് ബോഡിയെ കുറിച്ചാണ്. അപ്പോൾ റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബോഡി വിത്ത് പെർഫെക്റ്റ്ലി ഡെഫിനിറ്റ് ആൻഡ് അൺചേഞ്ചിങ് ഷേപ്പ്. അതായത് റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫെക്റ്റ്ലി ഡെഫിനിറ്റും അൺചേഞ്ചിങ് ഷേപ്പുമുള്ള ബോഡീസിനെ പറയുന്ന പേരാണ് റിജിഡ് ബോഡി. അതായത് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താലും അതിൻ്റെ ഷേപ്പിന് എന്ത് വരുന്നില്ല, ചേഞ്ച് വരുന്നില്ല. അപ്പോൾ ഷേപ്പിന് ചേഞ്ച് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓൾ പെയർസ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സച്ച് ബോഡീസ് ഡു നോട്ട് ചേഞ്ച്. അതായത് ആ ബോഡിയിലെ ഓരോ പെയർ ഓഫ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസും എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്തില്ല. നമ്മൾ എക്സ്റ്റേണലായിട്ടൊരു ഫോഴ്സ് കൊടുത്താലും ആ ഒബ്ജക്റ്റിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്തില്ല. അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് റിജിഡ് ബോഡി. പക്ഷേ നമുക്കറിയാം, ഏതൊരു ഒബ്ജക്റ്റ് ആയാലും നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ അവിടെ ചെറിയ രീതിയിലെങ്കിലും എന്ത് സംഭവിക്കും, ഡീഫോർമേഷൻ സംഭവിക്കും. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, നോ റിയൽ ബോഡി ഈസ് ട്രൂലി റിജിഡ്. റിയൽ ബോഡീസ് ഒന്നും എന്തല്ല, റിജിഡ് അല്ല. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു ഐഡിയൽ കോൺസെപ്റ്റാണ്. അപ്പോൾ റിയൽ ബോഡീസ് ഡിഫോം അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഫോഴ്സ്. നമ്മളൊരു ഫോഴ്സ് കൊടുത്താൽ എല്ലാ റിയൽ ബോഡീസും എന്ത് ചെയ്യും, ഡിഫോം ചെയ്യും. അപ്പോൾ റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ കോൺസെപ്റ്റാണ്. എന്താണ്? ഇറ്റ് ഈസ് എ ബോഡി വിത്ത് പെർഫെക്റ്റ്ലി ഡെഫിനിറ്റ് ആൻഡ് അൺചേഞ്ചിങ് ഷേപ്പ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താലും ഓൾ പെയർസ് ഓഫ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഡു നോട്ട് ചേഞ്ച് ആണ്. ഇനി റിയൽ ബോഡീസ് എല്ലാം ഡിഫോം സംഭവിക്കുക എപ്പോൾ, അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത് എങ്ങനെയുള്ള കോൺസെപ്റ്റ് ആയിരിക്കും, ഒരു ഐഡിയൽ കോൺസെപ്റ്റാണ്. അടുത്തത് മോഷൻ ഓഫ് റിജിഡ് ബോഡീസ്. റിജിഡ് ബോഡീസിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത് ട്രാൻസ്ലേറ്ററി മോഷൻ. അപ്പോൾ ഇതൊരു ഇൻക്ലൈൻഡ് സർഫസ് ആണ്. ആ ഇൻക്ലൈൻഡ് സർഫസിലൂടെ ഒരു റിജിഡ് ബോഡി എന്ത് ചെയ്യാണ്, താഴേക്ക് മൂവ് ചെയ്യണം. ഒന്നുകിൽ താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് മൂവ് ചെയ്യണം. സൈഡിലോട്ടൊന്നും അതിന് മൂവ്മെൻ്റ് ഇല്ല. നേരെ ആ ഇൻക്ലൈൻഡ് സർഫസിലൂടെ തന്നെ ഒന്നുകിൽ താഴേക്ക് മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിലെ എല്ലാ പാർട്ടിക്കിൾസും P1 P2 അതെല്ലാം നമ്മൾ അടയാളപ്പെടുത്തിയെന്ന് വെച്ചാൽ 1-2 പാർട്ടിക്കിൾസിനെ അടയാളപ്പെടുത്തുക. അതിൽ ഓരോ പാർട്ടിക്കിളിനും ഏത് സമയത്ത് നോക്കിയാലും ഒരേ വെലോസിറ്റി ആണെങ്കിൽ അങ്ങനെയുള്ള മൂവ്മെൻറ്റിന് പറയുന്ന പേരാണ് ട്രാൻസ്ലേറ്ററി മോഷൻ. അപ്പോൾ ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മോഷൻ സച്ച് ദാറ്റ് all particles of the body having same velocity at any time. അപ്പോൾ ഇതൊരു ഇൻക്ലൈൻഡ് സർഫസിലൂടെ താഴേക്ക് സ്ലൈഡ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും മുകളിലേക്ക് മൂവ് ചെയ്യും. ഒന്നുകിൽ താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിൽ ഓരോ പാർട്ടിക്കിൾസിനും ഏത് ടൈമിൽ നോക്കിയാലും സെയിം വെലോസിറ്റി ആണെങ്കിൽ അങ്ങനെയുള്ള മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് ട്രാൻസ്ലേറ്ററി മോഷൻ. ഇത് രണ്ടാമത്തെ മോഷനാണ് റോളിംഗ് മോഷൻ. റോളിംഗ് മോഷൻ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് തരം മൂവ്മെൻ്റ് ഉണ്ട്. ട്രാൻസ്ലേറ്ററി ഉണ്ട്, റൊട്ടേഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ട്രാൻസ്ലേറ്ററി എന്ന് പറയുമ്പോൾ പ്യുവർ ട്രാൻസ്ലേറ്ററി അല്ല. അതെന്താണെന്ന് പറയാം. അപ്പോൾ ഇതൊരു ഇൻക്ലൈൻഡ് സർഫസ് ആണ്. ഈ ഇൻക്ലൈൻഡ് സർഫസിലൂടെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതെന്ത് ചെയ്യാം, റോൾ ചെയ്യുന്നതിനോടൊപ്പം കറങ്ങുന്നതിനോടൊപ്പം തന്നെ അതിന് ലീനിയറായിട്ടും മൂവ്മെൻറ്റ് ഉണ്ട് അല്ലേ. ഈ സ്ലൈഡിങ് സർഫസിലൂടെ അത് മൂവ് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേഷൻ അത്. അപ്പോൾ ലീനിയറായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ഏത് മോഷൻ ഉണ്ടെന്ന് പറയാം, ട്രാൻസ്ലേറ്ററി ഉണ്ടെന്ന് പറയാം. റോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, റൊട്ടേഷൻ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ട്രാൻസ്ലേഷനും റൊട്ടേഷനോട് ചെയ്യുന്നതാണ് ഇത് റോളിംഗ് മോഷൻ. അപ്പോൾ റോളിംഗ് മോഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ടൈമിൽ നോക്കിയാലും അതിലെ എല്ലാ പാർട്ടിക്കിൾസും ഒരേ വെലോസിറ്റിയിലല്ല മൂവ് ചെയ്യുന്നത്. ഏത് ടൈമിൽ നോക്കിയാലും എല്ലാ പാർട്ടിക്കിൾസും ഒരേ വെലോസിറ്റിയിലല്ല മൂവ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, റോളിംഗ് മോഷൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് പ്യുവർ ട്രാൻസ്ലേറ്ററി അല്ല. പ്യുവർ ട്രാൻസ്ലേറ്ററി ആണെങ്കിൽ അറ്റ് എനി ടൈം ഇറ്റ് ഹാസ് all the particles has same velocity ആയിരിക്കണം. But in rolling motion the translatory motion is not pure translatory. കാരണം എന്താണ്, all the particles are not moving with same velocity at any time. അപ്പോൾ rolling motion എന്ന് പറഞ്ഞാൽ എന്താണ്, it is a combination of translatory motion plus rotational motion. ഇനി മൂന്നാമത്താണ് റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞാൽ റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ. അപ്പോൾ റൊട്ടേഷൻ്റെ കൂടെ തന്നെ അവിടെ എന്താണ്, ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പോൾ ആ ട്രാൻസ്ലേറ്ററി മൂവ്മെൻറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓബ്ജക്റ്റിനെ എന്ത് ചെയ്യും, ഒരു
പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും. അതായത് വി മസ്റ്റ് ഫിക്സ് ദ ബോഡി അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് ഈ റിജിഡ് ബോഡിയെ എന്ത് ചെയ്യും, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അതിന് ഏത് മൂവ്മെൻറ്റ് മാത്രമേ പോസിബിൾ ആകുള്ളൂ, റൊട്ടേഷൻ മാത്രം. കാരണം എന്തായാലും പിന്നെ ട്രാൻസ്ലേറ്ററി മൂവ്മെൻറ്റ് വരില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ സീലിംഗ് ഫാനിൻ്റെ മൂവ്മെൻറ്റ് അതെന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ആക്സിസിന് അബൌട്ടായിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതിന് റൊട്ടേഷണൽ മോഷൻ മാത്രമേ ഉള്ളൂ, ട്രാൻസ്ലേഷൻ ഇല്ല അല്ലേ. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ആ ഓബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്തേക്കണം. പിന്നെ ആ സ്ട്രെയിറ്റ് ലൈനിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് അല്ലെ ആക്സിസ് ആക്കിക്കൊണ്ടാണ് ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നത്, റൊട്ടേഷൻ ചെയ്ത്. അപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്യാനുള്ള കാരണം എന്താണ്, ഏത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ട്രാൻസ്ലേറ്ററി മൂവ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യും, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഫിക്സ് ചെയ്യും. അപ്പോൾ ഇതൊരു റിജിഡ് ബോഡിയാണ്, നമ്മളൊരു റിജിഡ് ബോഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു സ്ട്രെയിറ്റ് ലൈനിൽ ഫിക്സ് ചെയ്തേക്കാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുന്നത് സീലിംഗ് ഫാനിൻ്റെ മൂവ്മെൻറ്റാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ആക്സിസിൽ ഫിക്സ് ചെയ്തേക്കണം, അതിന് അബൌട്ടായിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിജിഡ് ബോഡിയിലെ പല പാർട്ടിക്കിൾസാണ് P1 P2 P3. അപ്പോൾ ഇതൊരു ആക്സിസിന് അബൌട്ടായിട്ട് റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഓരോ പാർട്ടിക്കിൾ എന്ത് ചെയ്യും, ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണോ അത് ഉൾപ്പെടുന്ന ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ P1 എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഈ ആക്സിസിൽ നിന്ന് R1 ഡിസ്റ്റൻസിലാണെങ്കിൽ R1 റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിളിന് അബൌട്ടായിട്ടായിരിക്കും ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ഇനി P2 എന്ന് പറയുന്ന പാർട്ടിക്കിൾ R2 ഡിസ്റ്റൻസിലാണെങ്കിൽ അതിന് അബൌട്ടായിട്ടുള്ള സർക്കിളിനനുസരിച്ചായിരിക്കും ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ P3 എന്ന് പറയുന്ന പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയുള്ള പാർട്ടിക്കിൾ. അപ്പോൾ അതെന്ത് ചെയ്യും, ആ ആക്സിസ് മൂവ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ആ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ഓരോ പാർട്ടിക്കിളും എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ ഡിസ്റ്റൻസിനനുസരിച്ച് അതൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ സർക്കിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് ആ പാർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന സർക്കിൾ എങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ ആക്സിസ് വരുന്നത്. അപ്പോൾ ആ ഓരോ പാർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന സർക്കിൾ എന്ന് പറയുന്നത് ആ സ്ട്രെയിറ്റ് ലൈന് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ റൊട്ടേഷണൽ മോഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ആ ബോഡിയെ എന്ത് ചെയ്യും, ഒരു ഫിക്സഡ് ആക്സിസ് അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഫിക്സ് ചെയ്യും. എന്തിനു വേണ്ടി, ഇൻ ഓർഡർ ടു അവോയ്ഡ് ട്രാൻസ്ലേറ്ററി മൂവ്മെൻറ്റ്. എന്നിട്ട് അതിൽ ഓരോ പാർട്ടിക്കിൾ എന്ത് ചെയ്യും, ഓരോ സർക്കുലർ പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അത് സ്ട്രെയിറ്റ് ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ആ ഡിസ്റ്റൻസിനനുസരിച്ചുള്ള റേഡിയസ് ഉൾപ്പെടുന്ന സർക്കിളിലൂടെയാണ് ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഇതാണ് റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ റിജിഡ് ബോഡിയുടെ 3 ടൈപ്പ് മൂവ്മെൻറ്റ് നമ്മൾ പറയുന്നത് ട്രാൻസ്ലേറ്ററി മോഷൻ. ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് ടൈമിൽ നോക്കിയാലും ആ റിജിഡ് ബോഡിയിലെ എല്ലാ പാർട്ടിക്കിൾസും സെയിം വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. രണ്ടാമത് റോളിംഗ് മോഷൻ. റോളിംഗ് മോഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്ലേറ്ററിയും വരും റൊട്ടേഷനും വരും. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുമ്പോൾ റോൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന് ഏത് മൂവ്മെൻ്റ് ഉണ്ട്, ട്രാൻസ്ലേറ്ററി മൂവ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഏത് ടൈമിൽ നോക്കിയാലും അതിൻ്റെ വെലോസിറ്റി എന്താവില്ല, സെയിം ആവില്ല. ഇനി മൂന്നാമത്തെ റൊട്ടേഷണൽ മോഷൻ. നമുക്ക് പ്യുവർ റൊട്ടേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ആ ഓബ്ജക്റ്റിന് ഏത് മൂവ്മെൻറ്റ് അവോയ്ഡ് ചെയ്യണം, ട്രാൻസ്ലേറ്ററി മൂവ്മെൻറ്റ് അവോയ്ഡ് ചെയ്യും. അപ്പോൾ ട്രാൻസ്ലേറ്ററി മൂവ്മെൻറ്റ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ആ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഫിക്സ് ചെയ്യണം അല്ലേ. ആ സ്ട്രെയിറ്റ് ലൈനിന് അബൌട്ടായിട്ടായിരിക്കും ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. എക്സാമ്പിൾ സീലിംഗ് ഫാനിൻ്റെ മൂവ്മെൻറ്റ്. അടുത്ത ടോപ്പിക്ക് സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് മാസ് ഓഫ് ദ ഹോൾ സിസ്റ്റം ഈസ് ബ്രോട്ട് ടു ബി കോൺസെൻട്രേറ്റഡ്. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഹോൾ മാസും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ എന്താണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് മാസ് ഓഫ് ദ ഹോൾ സിസ്റ്റം ഈസ് ബ്രോട്ട് ടു ബി കോൺസെൻട്രേറ്റഡ്. ആ ഹോൾ സിസ്റ്റത്തിൻ്റെയും മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവും ഏത് സിസ്റ്റത്തിലല്ല, ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് മാസ്. ഇനി ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മോഷൻ വുഡ് ബി സെയിം ആസ് ദാറ്റ് ഓഫ് എ സിസ്റ്റം if external force is applied at that point. അതായത് സിസ്റ്റത്തിൻ്റെ മൂവ്മെൻറ്റ് കൂട്ട് തന്നെ, അതായത് നമ്മൾ ആ പോയിന്റിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണോ സിസ്റ്റം മൂവ് ചെയ്യുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ആരും മൂവ് ചെയ്യുന്നത്, സെൻറ്റർ ഓഫ് മാസും മൂവ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോൾ സിസ്റ്റത്തിൻ്റെയും മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് മാസ്. ഇനി depending on the mass distribution and shape, center of mass may be inside the body or outside the body. അതായത് സിസ്റ്റത്തിൻ്റെ മാസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഷേപ്പിനനുസരിച്ച് ഒന്നെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ബോഡിയുടെ ഇൻസൈഡ് ആയിരിക്കാം അല്ലെങ്കിൽ ബോഡിയുടെ ഔട്ട്സൈഡ് ആയിരിക്കാം. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഹോൾ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് മാസ്. ദ മോഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഷുഡ് ബി സെയിം ആസ് ദാറ്റ് ഓഫ് എ സിസ്റ്റം ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് സിസ്റ്റത്തിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണോ അത് മൂവ് ചെയ്യുന്നത് അതുപോലെ
അതുപോലെ തന്നെ ആയിരിക്കും ആരും മൂവ് ചെയ്യുന്നത്, സെൻറ്റർ ഓഫ് മാസും മൂവ് ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന സിസ്റ്റത്തിൻ്റെ മാസ് ഡിസ്ട്രിബ്യൂഷനും ഷേപ്പിനും അനുസരിച്ച് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇൻസൈഡ് ദ ബോഡി ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ബോഡി ആയിരിക്കും. ഇനിയിപ്പോൾ പല ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റിനും സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഡിപ്പെൻഡിങ് ഓൺ മാസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഷേപ്പ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇൻസൈഡ് ദ ബോഡി ആവാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ബോഡി ആകാം. അപ്പോൾ യൂണിഫോം റോഡ് ഒരു ഷേപ്പാണ്. യൂണിഫോം റോഡ് ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ആ റോഡിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും. ഇനി സർക്കുലർ റിംഗ് ആണെങ്കിൽ റിംഗ് എന്ന് പറയുമ്പോൾ അകം പൊള്ളയ, അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും? സെൻറ്റർ ഓഫ് ദി റിംഗ് ആയിരിക്കും. ഇനി സർക്കുലർ ഡിസ്ക് ആണെങ്കിലോ സെൻറ്റർ ഓഫ് ദി ഡിസ്ക് ആയിരിക്കും. സ്പിയർ ആണെങ്കിൽ സെൻറ്റർ ഓഫ് ദി സ്പിയർ ആണ്. എന്നാൽ സിലിണ്ടർ ആണെങ്കിലോ സെൻറ്റർ ഓഫ് ദി ആക്സിസ് ഓഫ് ദ സിലിണ്ടർ, സിലിണ്ടറിൻ്റെ ആക്സിസിൻ്റെ സെൻറ്റർ ആയിരിക്കും എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. ഇനി ട്രയാങ്കുലർ ലാമിന ആണെങ്കിലോ, അപ്പോൾ ട്രയാങ്കുലർ ഷേപ്പിൽ 3 മീഡിയൻസ് ഉണ്ടെന്നറിയാം. ആ 3 മീഡിയനും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ തരുന്നത്. ഇനി റെക്ടാങ്കുലർ ലാമിന അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ ക്യൂബ് ആണെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ ഈ 3 കേസിലും ഡയഗണൽസ് ഉണ്ട്. ആ ഡയഗണൽസിൻ്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് ഏതിൻ്റെ പൊസിഷൻ തരുന്നത്? സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ തരുന്നത്. അപ്പോൾ ട്രയാങ്കുലർ ലാമിന ആണെങ്കിൽ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി മീഡിയൻസ് ആണ്. റെക്ടാങ്കുലർ ലാമിന അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബ് ആണെങ്കിൽ എന്താണ്? ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഏതിൻ്റെ പൊസിഷൻ? സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ 2 പാർട്ടിക്കിൾ സിസ്റ്റം. 2 പാർട്ടിക്കിളുള്ള സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം ഇതൊരു XY പ്ലെയിൻ ആണ്. അപ്പോൾ ഈ XY പ്ലെയിനിലിരിക്കുന്ന 2 മാസസ് ആണ് M1 ഉം M2. അതിനെ പ്ലേസ് ചെയ്തേക്കുന്നത് എവിടെയാണ്? A എന്ന് പറയുന്ന പൊസിഷനിലും B എന്ന് പറയുന്ന പൊസിഷനിലും. എന്താണ്? XY എന്ന് പറഞ്ഞൊരു പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിനിൽ നമ്മൾ 2 പാർട്ടിക്കിൾസിനെ വെച്ചിട്ടുണ്ട്, M1 ഉം M2. അപ്പോൾ M1 A എന്ന് പറഞ്ഞ പൊസിഷനിലും M2 B എന്ന് പറഞ്ഞ പൊസിഷനിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ M1 എന്ന് പറയുന്ന പാർട്ടിക്കിൾ O എന്ന് പറയുന്ന ഒറിജിനിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? R1 ഡിസ്റ്റൻസ് അകലെ. അതായത് M1ൻ്റെ പൊസിഷൻ വെക്ടറാണ് R1. പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് കാണിക്കുന്ന വെക്ടറാണ് ഏത്? പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. അതേപോലെ M2 Oയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് പോലെ അതിൻ്റെ പൊസിഷൻ വെക്ടറാണ് R2 എന്ന് പറയുന്നത്. ഇനി നമ്മൾ അസ്യൂം ചെയ്യുകയാണ് AB എന്ന് പറഞ്ഞ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് C ആണെന്ന് വിചാരിക്കും. എന്താണ്? AB എന്ന് പറയുന്ന 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് C ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ C ആണെങ്കിൽ സിയുടെ പൊസിഷൻ വെക്ടർ ഒറിജിനിൽ നിന്ന് എത്രയാണ്? RCM. അതായത് C എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിന് ഒറിജിനിൽ നിന്നുള്ള പൊസിഷൻ വെക്ടർ എത്രയാണ്? RCM എഴുതി. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി, അതിൻ്റെ ഡെറിവേഷൻ വേണ്ട. പൊസിഷൻ വെക്ടർ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് M1R1, അതായത് ഫസ്റ്റ് മാസ് ഇൻറ്റു അതിൻ്റെ പൊസിഷൻ വെക്ടർ പ്ലസ് M2R2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. അപ്പോൾ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എത്രയായിരിക്കും? ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ മാസ് ഇൻറ്റു അതിൻ്റെ പൊസിഷൻ വെക്ടർ പ്ലസ് സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ മാസ് ഇൻറ്റു അതിൻ്റെ പൊസിഷൻ വെക്ടർ ഡിവൈഡഡ് ബൈ 2 പാർട്ടിക്കിളിൻ്റെയും കൂടെ മാസ് ആഡ് ചെയ്യുന്നത്, ഇത് ടോട്ടൽ മാസ്. അപ്പോൾ നമുക്ക് ഏതിൻ്റെ പൊസിഷൻ വെക്ടർ കിട്ടും? 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ പൊസിഷൻ വെക്ടർ കിട്ടും, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം R എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷൻ ആകുമ്പോൾ ആറിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞത് എക്സും വൈ. അപ്പോൾ ഇതിനെ നമുക്ക് എക്സ് കോർഡിനേറ്റിലും വൈ കോർഡിനേറ്റിലും എഴുതാൻ പറ്റിയ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ നമുക്ക് എക്സ് കോർഡിനേറ്റിലും വൈ കോർഡിനേറ്റിലും എഴുതാൻ പറ്റും. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ നമ്മൾ എക്സ് കോർഡിനേറ്റിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് എങ്ങനെ വരും? ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ വരും? XM എന്ന് പറഞ്ഞാൽ M1x1 പ്ലസ് M2x2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. അതേപോലെ അതിൻ്റെ വൈ കമ്പോണൻറ്റ് എങ്ങനെ എഴുതാം നമുക്ക്? സെൻറ്റർ ഓഫ് മാസിൻ്റെ M1y1 പ്ലസ് M2y2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്ന് എഴുതാം. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? M1R1 പ്ലസ് M2R2 ബൈ M1 പ്ലസ് M2. R എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉള്ള 2 ഡയമെൻഷൻ ആണെങ്കിൽ അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് എങ്ങനെ എഴുതാം? M1x1 പ്ലസ് M2x2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 എന്ന് എഴുതാം. ഇനി
ഈ 2 മാസം സെയിം ആണെങ്കിൽ, അതായത് M1 M2 സെയിം ആണെങ്കിൽ, M1 ഈക്വൽ ടു M2 ഈക്വൽ ടു M ആണെങ്കിൽ പൊസിഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് എങ്ങനെ വരും? R ഈക്വൽ ടു സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ MR1 അല്ലേ, MR1 പ്ലസ് MR2 ഡിവൈഡഡ് ബൈ M പ്ലസ് M. മുകളിൽ നമുക്കൊരു M കോമൺ എടുക്കാം. അപ്പോൾ M ഇൻറ്റു R1 പ്ലസ് R2 ഡിവൈഡഡ് ബൈ 2M. ഒരു M ക്യാൻസൽ ആയി പോകും. അപ്പോൾ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എത്ര വരും? R1 പ്ലസ് R2 ഡിവൈഡഡ് ബൈ 2 വരും. അപ്പോൾ ഫോർ എ പാർട്ടിക്കിൾ ഓഫ് ഈക്വൽ മാസ് സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? ലൈസ് എക്സാക്ട്ലി മിഡ് പോയിന്റ് ബിറ്റ്വീൻ ദം. ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ 2 പാർട്ടിക്കിളിൻ്റെ മാസ് സെയിം ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ 2 മാസിൻ്റെയും കൂടെ എക്സാക്റ്റ് മിഡ് പോയിന്റിലായിരിക്കും വരുന്നത്. ഇനി അടുത്തത് സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ 3 പാർട്ടിക്കിൾ സിസ്റ്റം. അപ്പോൾ 3 പാർട്ടിക്കിൾ സിസ്റ്റം ആകുമ്പോൾ നേരത്തെ കൂട്ടുന്ന പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് നമുക്ക് 3 മാസ് വരും. അപ്പോൾ M1 R1 പ്ലസ് M2 R2 പ്ലസ് M3 R3 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3 വരും. നേരത്തെ കൂട്ടാൻ. ഇനി ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ് എങ്ങനെയായിരിക്കും എഴുതുന്നത്? M1 X1 പ്ലസ് M2 X2 പ്ലസ് M3 X3 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. അതേപോലെ y കമ്പോണൻറ്റ് എങ്ങനെ എഴുതാം? M1 Y1 പ്ലസ് M2 Y2 പ്ലസ് M3 Y3 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. ഇനി നേരത്തെ കൂട്ട് 3 മാസ് സെയിം ആണെങ്കിൽ M1 ഈക്വൽ ടു M2 ഈക്വൽ ടു M3 ഈക്വൽ ടു M ആണെങ്കിൽ നമുക്ക് പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ കൂടെ M കോമൺ ആയിരിക്കും. അപ്പോൾ R1 പ്ലസ് R2 പ്ലസ് R3 ഡിവൈഡഡ് ബൈ M പ്ലസ് M എത്ര വരും? 3M. അതായത് പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് പറഞ്ഞാൽ R1 പ്ലസ് R2 പ്ലസ് R3 ഡിവൈഡ് ബൈ 3 വരും. അതിൻ്റെ മീനിങ് എന്താ? പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഫോർ 3 പാർട്ടിക്കിൾ സിസ്റ്റം ആകുമ്പോൾ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തത് ഒരു ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിൽ 3 പാർട്ടിക്കിളല്ലേ. അപ്പോൾ അതിനെ ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിൽ അറേഞ്ച് ചെയ്യുമ്പോൾ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? കോയിൻസൈഡ് വിത്ത് ദ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ അല്ലേ. 3 മീഡിയനോട് വന്ന് ജോയിൻ ചെയ്യുന്ന പോയിന്റ്, അതിനെ എന്തെന്ന് പറയുന്നത്? സെൻട്രോയിഡ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? 3 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എപ്പോൾ 3 മാസും ഈക്വൽ ആണെങ്കിൽ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ 3 പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ അതിനെ ഒരു ട്രയാങ്കിളിൻ്റെ 3 കോർണേഴ്സിലായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ജനറലൈസ് ചെയ്യേണ്ടത് നമുക്ക് ഇക്വേഷനെ ഫോർ ആൻ N പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ, ഇപ്പോൾ 3 പാർട്ടിക്കിളാണ് പറഞ്ഞത്. N പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? N പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് RCM ഈക്വൽ ടു എങ്ങനെ എഴുതാം? M1 R1 പ്ലസ് M2 R2 പ്ലസ് എക്സെട്ര പ്ലസ് MN Rn. ഇതെല്ലാം പൊസിഷൻ വെക്ടേഴ്സ് ആണ്. ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് എക്സെട്ര പ്ലസ് MN അല്ലേ. N പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ നീട്ടി എഴുതുന്നതിന് പകരം നമുക്ക് സിമ്പിളായിട്ട് സമ്മേഷൻ സിമ്പിൾ കൊടുക്കുക. സമ്മേഷൻ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക. അപ്പോൾ സമ്മേഷൻ സിമ്പിൾ കൊടുത്തിട്ട് ഇവിടെ വാല്യൂ മാറുന്നത് ഏതാ? 1 2 3 അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ അത് ജനറലായിട്ട് I എന്ന് പറഞ്ഞൊരു ലിറ്റർ കൊടുക്കും. ഐയുടെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ മാറും? 1 തൊട്ട് N വരെ മാറും. എന്നിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ആ ഐയുടെ വാല്യൂ മാറുന്നത് എവിടേക്ക്? MI RI. അപ്പോൾ I ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ നമുക്ക് M1 R1, I ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ M2 R2. ഈ സമ്മേഷൻ സിമ്പിൾ എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലസ് സൈന് സൂചിപ്പിക്കും. അതേപോലെ താഴെ നമുക്ക് കൊടുക്കാം സമ്മേഷൻ I ഈക്വൽ ടു 1 to N MI. അതായത് സമ്മേഷൻ I ഈക്വൽ ടു 1 to N MI എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം. അതിന് നമുക്ക് ക്യാപിറ്റൽ M എന്ന് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ സമ്മേഷൻ I ഈക്വൽ ടു 1 to N MI RI ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സിസ്റ്റം. അപ്പോൾ സമ്മേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നീട്ടി പിടിച്ച് നമ്മളിങ്ങനെ പ്ലസ് എന്ന് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഏത് സിമ്പിൾ കൊടുക്കും? സമ്മേഷൻ സിമ്പിൾ കൊടുക്കും. എന്നിട്ട് വാല്യൂ എവിടെ തൊട്ട് എവിടം വരെ ചേഞ്ച് ചെയ്ത് ഈ വേരിയബിൾ ഏതാണെന്ന് നോക്കുക. അതായത് 1 2 3 അങ്ങനെ മാറുന്നു. അപ്പോൾ അത് ഐയുടെ വാല്യൂ 1 തൊട്ട് N വരെ I എന്നോ ഏത് വേരിയബിൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. സമ്മേഷൻ I ഈക്വൽ ടു 1 to N. എന്നിട്ട് ആ വാല്യൂ മാറുന്ന എവിടേക്കാണ് അവിടെ അല്ല ആ വേരിയബിൾ കൊടുക്കുക MI RI ഡിവൈഡഡ് ബൈ താഴെ അതുപോലെ സമ്മേഷൻ I ഈക്വൽ ടു 1 to N MI. ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാപിറ്റൽ M എന്ന് കൊടുക്കും. ഇനി സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ചെയ്യാം നമുക്ക്. അടുത്ത പ്രോബ്ലം
Find the center of mass of a three particles are arranged at the vertices of an equilateral triangle. The mass of the particles are 100 gram, 150 gram, 200 gram. Each side of the equilateral triangle is 0.5 meter. അപ്പോൾ ത്രീ പാർട്ടിക്കൽ സിസ്റ്റം ആകുമ്പോൾ നമ്മൾ എപ്പോഴും അതിനെ അറേഞ്ച് ചെയ്യുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിലാണ്. ആ ട്രയാങ്കിൾ എങ്ങനെയുള്ളതെന്ന് പറഞ്ഞു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 കോർണേഴ്സിൽ 100 ഗ്രാം, 150 ഗ്രാം, 200 ഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡും എത്രയാണ്? 0.5 മീറ്റർ ആണ്. കാരണം എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഇനി ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓരോ മാസിൻ്റെയും കോർഡിനേറ്റ്സ് അറിയണം. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ്. അപ്പോൾ 100 ഗ്രാം ഒറിജിനൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കോർഡിനേറ്റ് എന്തെന്ന് എഴുതാം? 0 0 എന്ന് എഴുതും. അപ്പോൾ ഇവിടെയാണെങ്കിൽ 150 ഗ്രാം ഇരിക്കുന്നത് എക്സ് ആക്സിലാണ്. അപ്പോൾ അതിന് എക്സ് കോർഡിനേറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് എങ്ങനെ എഴുതാം? 0.5 0 എന്ന് എഴുതും. ഇനി 200 ഗ്രാം ഇരിക്കുന്നത് ഇത്ര ഹൈറ്റിലാണ്. അപ്പോൾ അതിൻ്റെ വൈ കോർഡിനേറ്റ് നമുക്ക് അറിയത്തില്ല, പക്ഷേ എക്സ് കോർഡിനേറ്റ് നമുക്ക് എഴുതാം. കാരണം എന്താ? ഇതിൻ്റെ മിഡ് പോയിന്റ് ആണെങ്കിൽ ഇത് 0.25ഉം ഇത് 0.25. അപ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് നമുക്കറിയാം എത്രയാണ്? 0.25. പക്ഷേ അതിൻ്റെ വൈ കമ്പോണൻറ്റ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഈ സൈഡും ഉണ്ട് ഈ സൈഡും ഉണ്ടെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലയോ? അപ്പോൾ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് ഇതിൻ്റെ പേര് കൊടുക്കാം ABC എന്ന് കൊടുക്കാം. അപ്പോൾ AB എന്ന് പറയുന്ന ലെങ്ത് നമുക്ക് അറിയത്തില്ല. ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, ഇത് ബേസ് ആണ്. അപ്പോൾ ഈ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ AB എന്ന് പറയുന്ന ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? √AC² മൈനസ് BC². പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ AC യുടെ വാല്യൂ എത്രയാണ്? 0.5ൻ്റെ സ്ക്വയർ. BCയുടെ വാല്യൂ 0.25 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.43 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ വൈ കമ്പോണൻറ്റ് കിട്ടി. അപ്പോൾ 200 ഗ്രാമിൻ്റെ കമ്പോണൻറ്റ് എന്ത് വരും? എക്സ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് 0.25ഉം വൈ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് 0.43. അപ്പോൾ ഓരോ മാസിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പോണൻസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ത്രീ പാർട്ടിക്കൽ സിസ്റ്റം ആകുമ്പോൾ എക്സ് കമ്പോണൻറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് M1x1 പ്ലസ് M2x2 പ്ലസ് M3x3 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. ഫസ്റ്റ് മാസ് എത്രയാണ്? 100. അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് എത്രയാണ്? 0. 100 × 0. സെക്കൻഡ് മാസ് 150. അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് 0.5. തേർഡ് മാസ് 200. അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് എത്രയാണ്? 0.25 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 150 പ്ലസ് 200. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.27 എന്ന് കിട്ടും. ഇതേപോലെ വൈ കമ്പോണൻറ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? M1y1 പ്ലസ് M2y2 പ്ലസ് M3y3 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. അപ്പോൾ വൈ കമ്പോണൻറ്റിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്? 0 0 0.43. നമ്മൾ ലാസ്റ്റ് ചെയ്ത് കിട്ടിയത് 0.43. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് കമ്പോണൻറ്റ് കിട്ടും, വൈ കമ്പോണൻറ്റ് കിട്ടും. അതായിരിക്കും സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും സെയിം ആണ്. അപ്പോൾ ഓരോ പൊസിഷൻ്റെയും കോർഡിനേറ്റ്സ് എക്സ് കോർഡിനേറ്റ് എഴുതണം, വൈ കോർഡിനേറ്റ് എഴുതണം. അങ്ങനെ വന്നപ്പോൾ നമുക്ക് 200 ഗ്രാമിൻ്റെ എക്സ് കോർഡിനേറ്റേ ഉള്ളൂ, വൈ കോർഡിനേറ്റ് അറിയില്ല. പക്ഷേ നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? അപ്പോൾ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വൈ കമ്പോണൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും എക്സും വൈയും കമ്പോണൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് കമ്പോണൻറ്റ് എങ്ങനെ എഴുതാം? M1x1 പ്ലസ് M2x2 പ്ലസ് M3x3 ബൈ M1 പ്ലസ് M2 പ്ലസ് M3. അങ്ങനെ നമുക്ക് 0.27 കിട്ടി. അതേപോലെ വൈ കമ്പോണൻറ്റ് ഇക്വേഷൻ ഇതാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.19. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാൻ പറഞ്ഞാൽ എന്ത് എഴുതണം? 0.27 0.19. ഇതായിരിക്കും സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്.